हाँ बेटी, तुम कब आओगे? देखने को मन तरस रहा। मुझे भी तरस हो रहा ना बेटिया, क्या करूँ? तुम्हारा पढ़ाई के लिए पैसे तो चाहिए ना, इसलिए तो अब भाई इतना दूर आके काम कर रहा हूँ। मालूम है, माँ सब कुछ बोली। कहाँ छुपी है तेरी माँ? बुलाओ। माँ, अब्बा बुला रहे, जल्दी आओ। उनका बोलूंगा। ये माँ कहाँ जाके पड़ी है? माँ। अरे भाई सियाद, वो लड़की को मार के क्यों पुल के नीचे दबा दिया? माँ, जल्दी आओ। को जिंदा रखी तो मैं बस जाएगा। अरे बाद में बात करूँगा बेटी। हाँ अब्बा। अरे बताओ बताओ जल्दी बता। हमारा बंगाल का रसगुल्ला थी वो। साहब बड़ा सप्ले का आना एवडे आना। बोलो साहब वो आदमी बस अपने देख लूंगा। फोन करना। ठीक है, बुलाऊंगा। रुको, हकीम दरवाजा खोलो। रुको, सबको बुलाओ। पुलिस बचाओ। मैं बोला ना, मुझे नहीं मालूम। मुझे नहीं नंबर है हम सर। പപ്പൻ ചേട്ടാ ഇല്ല, പപ്പൻ ഇതുവരെ വന്നില്ല. ഞാൻ വന്നിട്ട് കുറെ നേരായി. മോളെ ഞാൻ പറയാൻ മറന്നു പോയി. പപ്പൻ ചേട്ടൻ കള്ള് ഷാപ്പിലുണ്ട്. ഞാനില്ലാത്ത ടൈം നോക്കി കള്ളു കുടിക്കാൻ പോയേക്കുവാ അല്ലേ? ഈ വരട്ടെ, ഞാൻ കാണിച്ചു കൊടുക്കാം. ഞാൻ ആ വഴിക്കാ പോകുന്നേ. മോള് വരണോ? ആ, ഞാനും വരുന്നു. മോള് ബാ. പോവാം. വാങ്ങളെ. ഇയാൾ ഇവിടെ വന്നു. ഇയാൾക്ക് രാത്രിയിലും ഇത് തന്നെയാണ് പണി. വീട്ടിൽ പോണ്ടേ? ഞാൻ ഷാപ്പിലോട്ട് വരുന്നു. അയാൾക്ക് എന്നെ അറിയാതിരിക്കാൻ ഞാൻ തിരിഞ്ഞു നിന്നു. അപ്പൂപ്പനെ വിളിച്ചോണ്ട് പോടി. അങ്കിളെ പോവാം. ആരുമില്ലാത്ത സ്ഥലം നോക്കി ഞാൻ അവളെയും കൂട്ടി നടന്നു. ഹിന്ദു ചേട്ടാ, നമ്മളെങ്ങോട്ടാ? ഇപ്പൊ എത്തും. ഞാനില്ല. ഇല്ല, ഇപ്പൊ എത്തും. ഞാനില്ല. ഇപ്പൊ എത്തും മോളെ. എന്നെ വീട്ടിൽ ഇപ്പൊ വരിക മോളെ. ഇപ്പൊ എത്തും. പേടിക്കണം.
വേണ്ട സാറേ, ഇനി ഇടിച്ചവർ ചത്തുവോ? കോടതിയിൽ ഹാജരാക്കണ്ടല്ലേ? ഇവനെപ്പോലെ ഉള്ളവനെ കൊന്നിട്ട് ജയിലിൽ പോയി കിടന്നു അതിന് അന്തസ്സുണ്ടോ? എടാ നാറി, ബാക്കി നിനക്ക് സബ് ജയിലിൽ ചെന്നിട്ട്. ഒരു കൊച്ചിനെ കൊന്നിട്ട് ഒരു കൂസലുമില്ലാതെ നായിന്റെ മുറ്റം ഇവന്റെ ഒക്കെ മുറിച്ചു കളയാൻ ആളില്ലാഞ്ഞിട്ടും. യഥാർത്ഥ പ്രതി പിടിയിൽ. പാറക്കുളം പിടി വധക്കേസിലെ യഥാർത്ഥ പ്രതി പോലീസ് പിടിയിൽ. ബംഗാളിലെ മുഷീരാബാദ് സ്വദേശി സിയാദ് എന്ന പേരുള്ള അതിഥി തൊഴിലാളിയാണ് ഈ പൈശാചിക കൃത്യം ചെയ്തത്. പ്രതി സിയാദിനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. സിയാദ് കുട്ടിയുടെ രക്ഷിതാവ് പപ്പനുമായുള്ള സൗഹൃദം മുതലെടുത്താണ് ഈ ക്രൂരകൃത്യം ചെയ്തതെന്ന് പോലീസ് പറയുന്നു. കൃത്യം നടന്ന രാത്രിയിൽ പ്രതി കുട്ടിയെ വീട്ടിൽ നിന്നും ഇറക്കിക്കൊണ്ടുപോവുകയായിരുന്നു. കുട്ടിയുടെ വല്യച്ഛന്റെ അടുത്തേക്ക് കൊണ്ടുപോകാൻ വിശ്വസിച്ച് കൂടെ എടുത്തിട്ട് ചതില്ലേ? അവസാനം കൊച്ചിനെ കൊന്നില്ലടാ, കൊന്നില്ലേ? എന്റെ കുഞ്ഞിനെ അവൻ കൊല്ലണം. അയ്യോ പ്രസിഡന്റ്, ഞാനിപ്പോ മോഹൻലാലിന്റെ വീട്ടിൽ വന്നിട്ടുണ്ട്. അയ്യോ അതിപ്പോ എന്നോട് പ്രത്യേകം പറയണോ? ഞാൻ വേണ്ട പോലെ ചെയ്തോളാം. ആയിക്കോട്ടെ, ശരി. സാറേ നമസ്കാരം. നമസ്കാരം. തിരുവനന്തപുരത്ത് നിന്നാ വിളിച്ചത്. കാര്യങ്ങളൊക്കെ വേണ്ട പോലെ ചെയ്തു കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ജെയിംസ് വിളിച്ചോ? നിങ്ങളല്ല എന്നെ അല്ലേ? നമ്മളെ അല്ല, വിളിച്ചോളൂ. വാട്ട് ഈസ് ഗോയിങ് ഓൺ ഹിയർ ജെയിംസ്? സാർ, ഏ ക്യാ ഹോ രഹാ? നിങ്ങളെ എല്ലാം വിശ്വസിച്ച് ഏൽപ്പിച്ചിട്ട് എല്ലാം നശിപ്പിച്ചില്ലേ? സാർ അത് സബ് കുച്ച് സത്യാനാശ് കർ ദിയ സാല. 3 മാസമായിട്ട് 1.5 കോടി രൂപയുടെ നഷ്ടം. കമ്പനി പൂട്ടി നക്കി കൊണ്ടുപോകും. സാർ, നോ, ഇനി പണം നഷ്ടപ്പെടുത്താൻ പറ്റത്തില്ല. അവനെ ഇറക്കണം. സാർ അത് വേണോ? ഒരു കൊച്ചിനെ കൊന്നോനല്ലേ? ആളുകൾ കമ്പനിക്കെതിരെ തിരിയും. അറ്റ് എനി കോസ്റ്റ് മുझे സിയാദ് ചാഹിയേ. അത്രമാത്രം ആലോചിച്ചാൽ മതി. സാറിന് കേരളത്തിലെ ആൾക്കാരെ കുറിച്ച് അറിയില്ലഞ്ഞിട്ടാണ്. സാർ ഒരു ബംഗാളി ആയതുകൊണ്ട് സിയാദിനെ സപ്പോർട്ട് ചെയ്യണമെന്ന് ആൾക്കാർ പറയും. യു സ്റ്റുപ്പിഡ്, നീ അങ്ങനെയാണ് ചിന്തിക്കുന്നതെന്ന് എനിക്കറിയാം. എങ്ങനെ പണി ചെയ്യാതെ ജീവിക്കണമെന്ന് ചിന്തിക്കുന്നവരല്ലേ നിങ്ങൾ മലയാളികൾ. എല്ലാം ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ക്യാഷ് കൊടുത്താൽ ഏത് നാറിയ കേസും എടുക്കുന്ന ഉള്ളൂറാം വക്കീൽ സിയാദിന് വേണ്ടി ഹാജരാകും. ബാക്കി ലോക്കൽ സപ്പോർട്ടിന് വേണ്ട കാര്യങ്ങളൊക്കെ ആ കഴുതകൾ ചെയ്യട്ടെ. എനിക്ക് ഈ കമ്പനി ഓടിച്ചേ പറ്റൂ. അവന്മാരെ ഇങ്ങോട്ട് വിളിക്ക്. MD വിളിക്കുന്നു. ഞാൻ മാത്രം പോയിട്ട് വരാം. സാർ നമസ്കാരം. കുണ്ടമുറി വരൂ. അയ്യോ സാർ, കുണ്ടമുറി അല്ല സാർ, കണ്ടമുറി. സേവിയർ കണ്ടമുറി. സേവിയർ ഇരിക്കൂ. സേവിയർ, ഞാൻ കമ്പനി പൂട്ടാൻ പോവുകയാണ്. അയ്യോ ചതിക്കല്ലേ സാറേ, ഒരുപാട് തൊഴിലാളികൾ പട്ടിണിയിലാവും. എങ്കിൽ പിന്നെ സിയാദിനെ പുറത്തു കൊണ്ടുവരേണ്ടി വരും. സിയാദോ? സാർ അത് വേണം സാർ. അവനെ പോലത്തെ എക്സ്പീരിയൻസ്ഡ് മോൾഡേഴ്സ് ഇല്ലാത്തത് കൊണ്ടാണ് നമ്മുടെ കമ്പനിയുടെ പ്രശ്നം. ഇവിടെ കിട്ടുന്ന ഫോർമാൻമാരെ കൊണ്ട് നല്ല മോൾഡ് ഉണ്ടാക്കാൻ പറ്റില്ല. ഒരു മോൾഡിന്റെ വില എത്രയാണെന്നറിയാമോ? 40 ലക്ഷം. രേഷ്മ പോലെയോ? സർ